അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ ശഫീഇനാ മുഹമ്മദ്. ഒന്ന് രണ്ട് ദിവസം കോളേജുമായി ബന്ധപ്പെട്ട ചില വർക്കുകളിൽ ബിസിയായിരുന്നു. ഏതായാലും അതിന് മുമ്പ് മാലിക് യൗമുദ്ദീൻ എന്നതിൻ്റെ തഫ്സീർ തെറ്റുകൂടാതെ വായിച്ച് വോയിസ് റെക്കോർഡ് അയക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കണം എന്ന് തുടക്കത്തിലേ ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ മർമ്മപ്രധാനമായ ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശാലമായ ചർച്ചയാണ്. അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വളരെ പ്രസിദ്ധമായ ആയത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒരുപാട് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും കാരണമായതും നിദാനമായതുമായ ആയത്ത്. എന്തൊക്കെയാണ് അതിലെ ചർച്ചകൾ? ഏറ്റവും പ്രധാനമായി ഇബാദത്ത് എന്നാൽ എന്താണ് അതിൻ്റെ നിർവചനം, അതുപോലെ ഇസ്തിആനത്ത് അല്ലെങ്കിൽ ഇസ്തിഗാസ എന്നാൽ എന്താണ് അതിൻ്റെ നിർവചനം, ഇയ്യാക നഅ്ബുദു എന്ന തഖ്ദീം തഅഖീറിൻ്റെ അതുകൊണ്ട് ഉണ്ടായിത്തീർന്ന ഖസ്റിൻ്റെ അർത്ഥം, ഇയ്യാ എന്ന ലമീർ, അങ്ങനെ തുടങ്ങി. അതുപോലെ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു ആ ആയത്ത് വരെ ഗൈബത്തിൻ്റെ ലമീർ കൊണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഖിതാബിലേക്കുള്ള ഇൽത്തിഫാത്ത്, അതിൻ്റെ വിശദീകരണങ്ങൾ തുടങ്ങി ഒട്ടനവധി ചർച്ചയിലേക്ക് ഈ ആയത്ത് വഴിയൊരുക്കിയിട്ടുണ്ട്. വർഷങ്ങളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഇസ്തിഗാസ, തവസ്സുൽ, ആ ചർച്ചയിൽ ഈ ആയത്തിൻ്റെ പങ്ക് അതൊക്കെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗങ്ങളുടെ ഒക്കെ വിശദീകരണങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും പരമാവധി റെഫർ ചെയ്യാൻ സമയം കണ്ടെത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആയത്തിന് മുമ്പുള്ള ആയത്തുകളൊക്കെ നേരെ ഗൈബത്തിൻ്റെ ലമീർ കൊണ്ട് ഉപയോഗിക്കപ്പെട്ട അഫ്ആലുകളല്ലെങ്കിലും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ലാഹിറായ ഇസ്മുകൾ കൊണ്ടാണ് അവിടെ അവതരിപ്പിച്ചത്. അത് ഒരു അർത്ഥത്തിൽ ഗൈബത്തിൻ്റെ സ്ഥാനത്താണല്ലോ. അൽഹംദുലില്ലാഹി എന്ന് ഇയ്യാക എന്ന് പറയുന്നത് പോലെയല്ല അൽഹംദുലില്ലാഹി എന്ന പ്രയോഗം. അപ്പോൾ ആ അർത്ഥത്തിൽ അവിടെ ഗൈബത്തിൽ നിന്ന് ഖിതാബിലേക്കുള്ള ഒരു ഇൽത്തിഫാത്ത് ഉണ്ട്. ആ ഇൽത്തിഫാത്തിൻ്റെ ബുഅദ്, സുമ്മ എന്ന വാക്ക് അതിനാണല്ലോ ഉപയോഗിക്കാറുള്ളത്. ഒരു ബുഅദ് വേണമല്ലോ അത്ഫ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബുഅദിൻ്റെ അർത്ഥത്തിന് മാത്രമാണല്ലോ സുമ്മ ഉപയോഗിക്കുക. അപ്പോൾ ആ ഇവിടെ ഉദ്ദേശിച്ച സുമ്മ എന്നതിൻ്റെ അർത്ഥം ആ ഗൈബത്തിൽ നിന്ന് ഖിതാബിലേക്കുള്ള ഇൽത്തിഫാത്ത്, ആ ഇൽത്തിഫാത്തിൻ്റെ ബുഅദ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുമ്മ ഇന്നഹു ലമ്മാ ദുക്കിറൽ ഹഖീഖു ബിൽ ഹംദി ووصف بصفات عظام تميز بها عن سائر الذوات وتعلق بمعلوم معين خطب بذلك ثم إنه ضمير شين لما ذكر الحقيق بالحمد. ആരാണ് യഥാർത്ഥ സ്തുത്യാർഹൻ എന്നത് സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടപ്പോൾ വൗസിഫ ആ ദാത്തിനെ വിശേഷണം പറയുകയും ചെയ്തു. ബിസിഫാത്തിൻ ഇലാം, വലിയ വിശേഷണങ്ങൾ. തമയ്യസ ബിഹ അൻ സായിരി ദവാത്ത്, അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ള ദാത്തുകളിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ ദാത്തിനെ പ്രത്യേകം വേർതിരിച്ച് കാണിക്കുന്ന അത്ര മഹത്തരമായ വിശേഷണങ്ങൾ. റബ്ബ് അതൊരു പ്രധാന ഘടകമാണ്. റഹ്മാൻ എന്നൊക്കെ മറ്റുള്ളവർക്ക് സൂചിപ്പിക്കാമെങ്കിലും
റഹീം എന്നത് മറ്റുള്ളവർക്ക് സൂചിപ്പിക്കാമെങ്കിലും റബ്ബ് എന്ന ഈജാദിൻ്റെ അർത്ഥമുള്ള റബ്ബ്, മാലിക് യൗമുദ്ദീൻ, ഈ വിശേഷണങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദാത്തിനെ മാത്രം വ്യത്യസ്തമായി വേർതിരിച്ച് കാണിക്കുന്ന വിശേഷണങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ തമയ്യസ ബിഹാൻ സായിരി ദവാത്ത്, മറ്റുള്ള ദാത്തുകളിൽ നിന്നൊക്കെ വേർതിരിക്കുന്ന സിഫാത്ത് ഇളാം, അതുകൊണ്ട് ആ ഹക്കീഖും ബിൽ ഹംദ്, അതാരാണോ അയാളെ വിശേഷണം പറയുകയും ചെയ്തപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ ദാത്തിനെ മാത്രം വേർതിരിക്കുന്ന വിശേഷണങ്ങൾ അതും പറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇൽമു, അതോടൊപ്പം ഇൽമ് തഅല്ലുഖായി ബന്ധപ്പെട്ട് ബി മഅലൂമിൻ മുഅയ്യനിൻ, അള്ളാഹ് എന്ന നിർണയിക്കപ്പെട്ട ആ മഅലൂമിനോട് മാത്രമാണ് ഈ ഹംദ് അതുപോലെ ബാക്കിയുള്ള വിശേഷണങ്ങൾ എല്ലാം ആ മഅലൂമിനോട് മാത്രം കണ്ണിൽ കാണുന്നത് പോലെ വ്യക്തമായി അത് നിർണയിക്കപ്പെട്ടപ്പോൾ നമ്മൾ സാധാരണ അഡ്രസ്സ് ചെയ്യാറുള്ളത് മുന്നിൽ നിൽക്കുന്ന ആളെയാണ്. യാക്ക എന്ന് നീ എന്ന് നമ്മൾ ഖിതാബ് ചെയ്യുന്നത് മുന്നിൽ നിൽക്കുന്ന ആളെ പോലെയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണുമ്പോൾ കിട്ടുന്ന ഇൽമിൻ്റെ യഖീൻ, അപ്പോഴാണല്ലോ ഇൽമ് എന്ന് പറയാം. അപ്പോൾ യഖീന്, ആ ഇൽമിൻ്റെ യഖീന് നമ്മുടെ മനസ്സിലുണ്ടായി. അപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്നത് പോലെയുള്ള അള്ളാഹു അങ്ങനെ നിർണയിക്കപ്പെട്ടപ്പോൾ ഖൂതിബ ബിദാലിക്, ഖൂതിബ ആ മഅലൂമു മുഅയ്യൻ അഡ്രസ് ചെയ്യപ്പെട്ടു, ഖിതാബ് ചെയ്യപ്പെട്ടു ബിദാലിക്ക, ഈ തഅല്ലുഖ് കാരണത്താൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇയ്യാക്ക എന്ന ഖിതാബ്, അത് മുഖാത്തബായിട്ടുള്ള ഖിതാബിൻ്റെ ലമീർ കൊണ്ട് ഉപയോഗിച്ച് ഇയ്യാക്ക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അത്ര യഖീനോടുകൂടെയുള്ള ഇൽമ്, ആ ഇൽമ് ഒറ്റ ദാത്തിനോട് തഅല്ലുഖായി, ആ തഅല്ലുഖായ കാരണത്താൽ ഖുതിബ, ആ മഅലമു മുഅയ്യൻ ഖിതാബ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്തായി അർത്ഥം? മുസന്നിഫ് തന്നെ അത് വിശദീകരിച്ചു. യാ മൻ ഹാദാ ശഅ്നുഹു നഖുസുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആന. യാ മൻ ഹാദാ ശഅ്നു, അള്ളാഹുവിനെ വിളിക്കുകയാണ്. യാ മൻ ഹാദാ ശഅ്നുഹു, ഹാദാ ഔസാഫു ശഅ്നിഹി എന്നർത്ഥം. ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ സിദ്ധിച്ചവനെ, നഖുസുക ബിൽ ഇബാദ, നിന്നെ ഞങ്ങൾ ഇബാദത്ത് കൊണ്ട് തനിപ്പിക്കുന്നു, പ്രത്യേകമാക്കുന്നു. വൽ ഇസ്തിആന, ഇസ്തിആനത്ത് കൊണ്ടും നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു എന്ന് പറഞ്ഞാൽ വലാ നഅ്ബുദു വലാ നസ്തഈനു ബി അഹദിൻ ഗൈരിക്, നിന്നെ അല്ലാത്ത ഒരാളോടും ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയില്ല, നിന്നെ അല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് അതാ ഖിതാബ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, യാ മൻ ഹാദാ ശഅ്നു, ഈ പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ സിദ്ധിച്ചവനെ, നഖുസുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആന. അപ്പോൾ നഅ്ബുദുക എന്ന് പറയുന്നത് പോലെയല്ല ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നസ്തഈനു ബിക എന്ന് പറയുന്നത് പോലെയല്ല ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. ആ ഖസറിൻ്റെ മാന കിട്ടാൻ വേണ്ടിയിട്ടാണ് നഖുസുക എന്ന ഇഖ്തിസാസിൻ്റെ മാന. അപ്പോൾ നഖുസുക ബിൽ ഇബാദ, ഇഖ്തിസാസിൻ്റെ മാന ഖസറിൻ്റെ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഖസറിൻ്റെ ത്വരീഖിൽപ്പെട്ടതാണ് തഖ്ദീമു മാ ഹഖ്ഖുഹു തഅഖീർ, പിന്തി വരേണ്ടതിനെ മുന്തിച്ചു പറയാം. അപ്പോൾ മഫ്ഊലിൻ്റെ സ്ഥാനം സാധാരണ തർക്കീബ് ഫായില് മഫ്ഊല്, അല്ല പിന്നെ ഫേല് ഫായില് കഴിഞ്ഞതിന് ശേഷമാണല്ലോ മഫ്ഊല്. അപ്പോൾ ഇയ്യാക്ക എന്ന മഫ്ഊലിന് തഖ്ദീമ് ചെയ്തു, അത് തഖ്ദീമു മാ ഹഖ്ഖുഹു തഅഖീറാണ്, അപ്പോൾ ഖസ്റായി. അപ്പോൾ ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം എന്ന അർത്ഥം കിട്ടി. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൽത്തിഫാത്ത്, എന്താണ് അതിൻ്റെ ഫായിദ? അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്തതിൽ യകൂന, ഈ ഖിതാബ് ആവാൻ വേണ്ടിയിട്ട്,
أدل على الاختصاص والترقي من البرهان إلى العيان والانتقال من الغيبة إلى الشهود فكأن المعلوم صار عيانا والمعقول مشاهدا والغيبة حضورا. അതല്ല അലൽ ഇഖ്തിസാസാണ്. തഖ്ദീമ കൊണ്ട് ഒരു ഇഖ്തിസാസ് കിട്ടുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇയ്യാഹു നഅ്ബുദു എന്ന് പറയുന്നത് പോലെയല്ല ഇയ്യാക്ക നഅ്ബുദു എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല അലൽ ഇഖ്തിസാസ് ലിയക്കൂന എന്ന് പറഞ്ഞാൽ ഖിതാബ്, ലിയക്കൂന അതല്ല അലൽ ഇഖ്തിസാസ്, ആ ഖിതാബ് ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അതല്ല അലൽ ഇഖ്തിസാസ്, ഇഖ്തിസാസിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഈ ഖിതാബാണ്. അപ്പോൾ ഇയ്യാഹു നഅ്ബുദു, നഅ്ബുദുഹു, പിന്നെ നഅ്ബുദുക, അതിനേക്കാൾ സ്ഥാനമാണ് ഇയ്യാഹു നഅ്ബുദു. കാരണം എന്തുകൊണ്ട്? അവിടെ തഖ്സീസ് കിട്ടി. അതിനേക്കാൾ കൂടുതൽ സ്ഥാനമാണ് ഇയ്യാക്ക നഅ്ബുദു. അപ്പോൾ അതിന് മേൽ അറിയിക്കുന്നത്, ഇഖ്തിസാസിന് മേൽ അറിയിക്കുന്നത് കൂടുതൽ ഈ ഖിതാബിൻ്റെ ദമീറാണ്. പിന്നെ വത്തറഖി മിനൽ ബുർഹാനി ഇലൽ അയ്യാൻ വൽ ഇന്തിഖാൽ മിനൽ ഗൈബത്തി ഇല ശുഹൂദ്, ഗൈബത്തിൽ നിന്ന് ശുഹൂദിലേക്കുള്ള മാറ്റം, അതുപോലെ ബുർഹാനിൽ നിന്ന് അയ്യാനിലേക്കുള്ള ഉയർച്ച, ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയും. തറക്കി എന്ന് പറഞ്ഞാൽ ഉയർച്ച, പ്രോഗ്രസ്. മിനൽ ബുർഹാൻ ഇല അയ്യാൻ, ബുർഹാൻ എന്ന് പറഞ്ഞാൽ ദലീല്. അപ്പോൾ ദലീലുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതായിരുന്നു മാലൂമ്, അത് മാറി ഇലൽ ഇയാനിലേക്കുള്ള ഒരു ഉയർച്ച. ഇയാൻ എന്ന് പറയുമ്പോൾ നേരെ കൺകൊണ്ട് കാണുന്ന ദാത്ത് എന്ന മാന. അപ്പോൾ അതിലേക്കുള്ള ഒരു ഉയർച്ചയുടെ മേൽ അറിയിക്കാനും അത് ഈ ഖിതാബ് കൊണ്ട് സാധിക്കൂ. വൽ ഇന്തിഖാൽ മിനൽ ഗൈബത്തി ഇല ശുഹൂദ്, അതുപോലെ ഗൈബത്തിൽ നിന്ന് ശുഹൂദിലേക്കുള്ള ഒരു മാറ്റവും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ബുർഹാന് ഇയാനിലേക്കുള്ള മാറ്റവും അതുപോലെ ഗൈബത്തിൽ നിന്ന് ശുഹൂദിലേക്കുള്ള മാറ്റവും. അത് നേരത്തെ പറയപ്പെട്ടതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങൾ കാരണം ആ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ആയാത്ത്, ആ ആയാത്തുവിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്ന ദലാലത്തിൻ്റെ മാന കൊണ്ടാണ് ബുർഹാൻ ഇയാൻ എന്ന ആ ചർച്ച. അതേസമയത്ത് ആ സിഫാത്തിൽ നിന്ന് ഓരോന്നും അള്ളാഹുവിനെ ബാക്കിയുള്ള ദാത്തുകളിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട് എന്ന ഫായിദ അടിസ്ഥാനത്തിലാണ് ഇന്തിഖാലിൽ നിന്ന് ഗൈബത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ ശുഹൂദ് മുആയനത്ത് എന്നൊക്കെയുള്ള പ്രയോഗം അള്ളാഹുവിൻ്റെ ദാത്തിനെ മുന്നിൽ കാണുന്നത് പോലെ എന്ന ഒരു മാനയിലാണ്. നേരെ മുന്നിൽ കാണുന്നത് പോലെയുണ്ട് എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ നേരെ അവൻ്റെ കണ്ണുകൊണ്ട് നേരെ കാണുക എന്നതല്ല. കാരണം ഇന്ന അഹദക്കും ലൻ യറാ റബ്ബഹു ഹത്താ യമൂത, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ലിക്കാതെ ഇല്ല. അപ്പോൾ ഇവിടെ നേരെ ശുഹൂദ് മുആയനത്ത് എന്നൊക്കെയുള്ള പ്രയോഗം അള്ളാഹുവിന് നേരെ മുന്നിൽ കാണുന്ന ദാത്ത് പോലെയുണ്ട് എന്ന ആ ഒരു ഹാലത്ത്, ആ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മുതസവ്വിഫീങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, ഖയാലു കഫി ഐനി വദിക്റു കഫി ബമി വമസ്വാ കഫി ഖൽബി ഫൈന തഗീബു. അല്ലേ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, പുകഴ്ത്തലുകൾ എല്ലാം നാവിലും പിന്നെ കണ്ണിലും കൽബിലും എല്ലാമായിരിക്കെ ഫൈന തഗീബു, അള്ളാഹുവെ പിന്നെ നീ എങ്ങനെ മറഞ്ഞു പോകും? അപ്പോൾ അള്ളാഹ് ഒരിക്കലും ഗൈബത്തായി പോകുന്നില്ല. ഈ പറയപ്പെട്ടത് കൊണ്ടൊക്കെ എല്ലാം തെളിഞ്ഞ് മുന്നിൽ നിൽക്കുന്നത് പോലെയുണ്ട് എന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ സംസാരങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് മുസന്നിഫ് വീണ്ടും പറയാണ് ഫകഅന്നൽ മഅലൂമ, കഅന്നയാണല്ലോ, ഫകഅന്നൽ മഅലൂമ സാറ അയ്യാനൻ വൽ മഅഖൂല മുശാഹദൻ വൽ ഗൈബത ഹുദൂറൻ. അപ്പോൾ ഫകഅന്നൽ മഅലൂമ സാറ അയ്യാനൻ, ആ നിർണയിക്കപ്പെട്ട മുഅയ്യനായ മഅലൂമ് ഐന് പോലെയായി, നേരെ ദാത്ത് മുന്നിൽ നിൽക്കുന്ന ദാത്ത് പോലെയായി. വൽ മഅഖൂല മുശാഹദൻ, ദലീലുകൾ കൊണ്ട് ബുർഹാന് കൊണ്ട് സമർത്ഥിതമായ ആ ദാത്ത് നേരെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയായി. വൽ ഗൈബത്ത് ഹുദൂറൻ, ഗൈബത്ത് നേരെ ഹുദൂറായി മാറി. ഇതൊക്കെയാണ് ഈ ഖിതാബ് കൊണ്ട്, തഖ്ദീമു തഅഖീർ കൊണ്ട് കിട്ടിയത്. നേരത്തെ പറഞ്ഞ ആ ഒരു സെൻറ്റൻസിനെ ഒന്നുകൂടി തഫ്സീർ ചെയ്തിട്ട് ശേഷം പറയാണ്.
അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ ഒരർത്ഥത്തിൽ ഒരു ഇജ്മാലുണ്ട്, മുജ്മലായ സെൻറ്റൻസാണ്. എന്തുകൊണ്ട്? വത്തറഖീ മിനൽ ബുർഹാൻ ഇലൽ ഇയാൻ, ബുർഹാനിൽ നിന്ന് ഇയാനിലേക്കുള്ള ഉയർച്ച എന്നൊക്കെ പറയുമ്പോൾ എന്താണത്? അപ്പോൾ അതിനെ ഒന്നുകൂടി തഫ്സീർ ചെയ്തിട്ട് മുസന്നിഫ് വീണ്ടും സൂചിപ്പിക്കുകയാണ്. ബുനിയ അവലുൽ കലാമി അലാമാ ഹുവ മബാദി ഹാലിൽ ആരിഫ് മിനൽ ദിക്രി വൽ ഫിക്രി വത്തഅമ്മുൽ ഫി അസ്മാഇഹി വന്നദ്ർ ഫി ആലാഇഹി والاستدلال بسنائه على عظيم شأنه وباهر سلطانه ثم قفى بما هو منتهى أمره وهو أن يخوض لجة الوصول ويسير من أهل المشاهدة فيراه عيانا ويناجيه شفاها اللهم اجعلنا من الواصلين إلى العين دون السامعين للبصر. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ, എങ്ങനെയാണ് ഈ ഉയർച്ച, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ഉയർച്ചയിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അതിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ, പടികൾ എന്നതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ മുജ്മലായ സെൻറ്റൻസിനെ ഒന്നും കൂടി ബയാൻ ചെയ്ത് തഫ്സീർ ചെയ്ത ശേഷം മുസന്നിഫ് പറയാണ് ബുനിയ അവലുൽ കലാമി അലാമാ ഹുവ മബാദി ഹാലിൽ ആരിഫ്. ഇയ്യാക നഅ്ബുദു എന്നതിൻ്റെ മുമ്പുള്ള കഴിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ അൽഹംദു എന്നത് മുതൽ ഈ അവലുൽ കലാം അത് ബിനാ ചെയ്തത് എന്തിൻ്റെ മേലാണ്? അലാമാ ഹുവ മബാദി ഹാലിൽ ആരിഫ് മിനൽ ദിക്രി വൽ ഫിക്രി വത്തഅമ്മുൽ, അള്ളാഹുവിൻ്റെ സുലൂക്കിൽ പ്രവേശിക്കുന്ന ആരിഫിൻ്റെ ആദ്യത്തെ അവസ്ഥകളെ പരാമർശിച്ചുകൊണ്ടാണ് ആദ്യ ഭാഗങ്ങൾ. അഥവാ ആദ്യം ദിക്റിലും ഫിക്റിലും ചിന്തയിലുമായിരിക്കും. അള്ളാഹുവിനെ സദാ ഓർക്കുന്ന, ദിക്ർ ചൊല്ലുന്ന ആ അവസ്ഥയാണ് ആരിഫിൻ്റെ ആദ്യത്തെ അവസ്ഥ. അപ്പം ഹംദ് വൽ ഫിക്രി വത്തഅമ്മുൽ ഫി അസ്മാഇഹി വന്നദ്ർ ഫി ആലാഇഹി, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അസ്മാകൾ, ആ അസ്മാകൾ റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ. അപ്പോൾ ആ അസ്മാകൾ അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അത് ഉച്ചരിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന വന്നദ്ർ ഫി ആലാഇഹി, അള്ളാഹുവിൻ്റെ നിഅ്മത്തുകളെ, റഹ്മത്ത്, നിഅ്മത്ത്, ആ നിഅ്മത്തുകളെ കുറിച്ച് അതിൽ ചിന്തിക്കുകയും വൽ ഇസ്തിദ്ലാലി ബിസനാഇഹി, അത് മാലിക് യൗമിദ്ദീൻ എന്നതിലേക്കുള്ള ഇശാറത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി വൈഭവങ്ങളെ കൊണ്ട് അല അദീമി ഷഅ്നി, അള്ളാഹുവിൻ്റെ മഹത്തരമായ ഷഅ്ന് അതിൻ്റെ മേൽ മനസ്സിലാക്കുകയും, ഇതൊക്കെയാണ് ഒരു ആരിഫിൻ്റെ ആദ്യത്തെ അവസ്ഥ. മബാദി ഹാലിൽ ആരിഫ്, ആരിഫിൻ്റെ ആദ്യ പടി ഇതൊക്കെയാണ് എന്നതറിയിക്കുന്നതിൻ്റെ മേലിലാണ് ഇയ്യാക നഅ്ബുദു എന്നത് വരെയുള്ള ആദ്യ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അദീമി ഷഅ്നിഹി വബാഹിരി സുൽത്താനി, അള്ളാഹുവിൻ്റെ ആ ഗാലിബ്, ബാഹിർ, സുൽത്താൻ, അള്ളാഹുവിൻ്റെ സർവാധിപത്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത്, ഷഅ്ന്, ആ സർവാധിപത്യം അതിൻ്റെ മേൽ അറിയിക്കുന്ന ആ വചനങ്ങളെ ഒക്കെ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ ചിന്തിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, റഹ്മത്ത്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടുന്ന ആരിഫിൻ്റെ ആദ്യത്തെ അവസ്ഥ. എന്നിട്ട് സുമ്മ ഖഫ ബിമാ ഹുവ മുൻതഹ അംരിഹി, ആരിഫിൻ്റെ മബാദിനെ കുറിച്ച് പറയപ്പെട്ടു. പിന്നെ തുടർത്തി ബിമാ ഹുവ മുൻതഹ അംരിഹി, ആരിഫിൻ്റെ അവസാന സ്റ്റേജുകളെ പരാമർശിച്ചുകൊണ്ട് വഹുവ അൻ യഖൂല ഇലാ ലുജ്ജത്തിൽ വുസൂൽ, അൻ യഖൂല ലുജ്ജത്തൽ വുസൂൽ, ലുജ്ജത്ത് എന്ന് പറഞ്ഞാൽ മുഅല്ലമുൽ മാ എന്നൊക്കെയാണല്ലോ, വുസൂലിൻ്റെ, അള്ളാഹുലേക്കുള്ള വുസൂൽ, ആ വുസൂലിൻ്റെ ലുജ്ജത്തിൽ അവന് പ്രവേശിക്കണം. ഈ ലുജ്ജത്തുൽ മാ ഒരു പിന്നെ സമുദ്രത്തിൻ്റെ ലുജ്ജത്ത്, അതിൻ്റെ വെള്ളം ഏറ്റവും കൂടിയ ഭാഗം അതിൻ്റെ വസ്താണല്ലോ, എല്ലാ കരകളിൽ നിന്നും അവന് അകന്നു നിൽക്കുന്ന ഭാഗം, അതോടൊപ്പം ഏറ്റവും ആഴം കൂടിയ ഭാഗം. അപ്പോൾ എന്നതുപോലെ അള്ളാഹുവിൻ്റെ വുസൂലിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്നവൻ, സുലൂക്കിൽ പ്രവേശിച്ച ആൾ, ദുനിയാവിൻ്റെ എല്ലാ ചിന്തകളിൽ നിന്നും മാറി, അപ്പോഴാണ് പിന്നെ ലുജ്ജത്ത് എന്ന പരാമർശം, എല്ലാ ചിന്തകളിൽ നിന്നും മാറി പിന്നെ അള്ളാഹുവിൻ്റെ വുസൂലിൽ പ്രവേശിച്ചവനായി തീരണമെങ്കിൽ ഈ തഅമ്മുൽ, ഫിക്ർ അത് അത്യാവശ്യമാണ്. വയസീറ മിൻ അഹ്ലിൽ മുശാഹദ, അങ്ങനെ അവൻ പിന്നെ മുശാഹദൻ്റെ ആളുകളായി തീരും. മുക്കാശഫയിൽ നിന്ന് മാറി മുശാഹദയിലേക്ക്, പിന്നെയാണ് സുമ്മൽ മുആയന, പിന്നെ മുആയനയിലേക്ക്. ഫയറാഹു അയ്യാനൻ വയുനാജീഹി ശിഫാഹൻ. അപ്പോൾ പിന്നെ അവന് മുആയനത്തിൻ്റെ ആ അവസ്ഥയിലെത്തിയാൽ, ഓരോ വ്യത്യസ്ത അവസ്ഥകളാണല്ലോ തസൗഫിൻ്റെ. ഫനാ
അത് ഏറ്റവും അവസാനത്തെ അവസ്ഥയാണ്. അപ്പോൾ മുക്കാശഫയിൽ നിന്ന് മുഷാഹദയിലേക്ക്, മുഷാഹദയിൽ നിന്ന് മുആയനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫയറാഹു അയ്യാനൻ വയുനാജിഹ് ഷിഫാഹൻ, പിന്നെ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ അവന് സാധിക്കും. പിന്നെ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ കാണുന്നതിലൊക്കെ അള്ളാഹുവിനെ കാണാൻ അവന് സാധിക്കും. അപ്പോൾ ഇതാണ് മുസന്നിഫ് വത്തറഖി മിനൽ ബുർഹാനി ഇലൽ ഇയാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെ ബയാൻ ചെയ്യുകയും ചെയ്തു. അല്ലാഹുമ്മ ജഅൽനാ മിനൽ വാസിലീന ഇലൽ ഐനി ദൂന സമഈന ലിൽ അസർ. അസർ എന്ന് പറഞ്ഞാൽ ഖബർ. അതിൻ്റെ ഖബറിൻ്റെ സാമിയങ്ങൾ മാത്രമാവാതെ അള്ളാഹുവെ നിൻ്റെ വാസിലീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.